എന്താണ് CRM? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് നിരവധി പ്രോസസ് ഫ്ലോസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കസ്റ്റമർ വരുന്നു, കസ്റ്റമർ ഒരു എൻക്വയറി നടത്തുന്നു. എൻക്വയറി ചെയ്ത ശേഷം അവർക്ക് നമ്മൾ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അവരൊരു പ്രൊഡക്റ്റ് നമ്മുടെ നിന്ന് മേടിക്കുന്നു. പ്രൊഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിനെ ഈ കസ്റ്റമർക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്ത് സെല്ല് ചെയ്യാം. അത്തരത്തിലുള്ള ഒരുപാട് പ്രോസസ് അടങ്ങിയിട്ടുള്ളതാണ് ഒരു ബിസിനസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് CRM ടൂൾസ് എന്ന് പറയുന്നത്. CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇത്തരം ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയർസ് പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെ പലതും കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനാക്കി മാറ്റാൻ പറ്റും. ഓരോ ബിസിനസ്സിനും പല സ്വഭാവമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ ഒരു CRM അവിടെ നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കൂട്ടായ്മ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും പല മലയാളി കൂട്ടായ്മകളും ഉണ്ട്. മലയാളി അസോസിയേഷനുകളാകാം, പള്ളി കമ്മിറ്റികളാകാം, കലാകാരന്മാരുടെ കൂട്ടായ്മയാകാം, അങ്ങനെ എന്തുവാകാം. അപ്പോൾ കുറച്ച് ആളുകൾ കൂടുമ്പോഴാണ് ഇതുണ്ടാകുന്നത്, അല്ലെ? ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല മെമ്പേഴ്സും, ഇതിലുള്ള പല ആൾക്കാരും പല വേവ് ലെങ്തിലുള്ള ആൾക്കാരായിരിക്കും. പലരെയും നമുക്ക് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരം മാനേജിങ്ങിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, ഒരു ടൂൾ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു CRM ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്തരം അസോസിയേഷനുകളുടെ മെമ്പേഴ്സിനെ നമുക്ക് പ്രോപ്പറായി മാനേജ് ചെയ്യാം. അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കാം, അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, അവരുടെ ഡേറ്റ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാം, അവരുടെ പേയ്മെന്റ്സ് പ്രോപ്പർ ടൈമിൽ കളക്ട് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു CRM ടൂൾ ഉപയോഗിച്ചാൽ അത് എത്രമാത്രം എളുപ്പമായിരിക്കും ആ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക്. പിന്നീട് ഒരു ഇവന്റ് നടക്കുമ്പോൾ ആ ഇവന്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. അതിനുവേണ്ടി ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഇവന്റ് നടക്കുന്ന വിവരം വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. വാട്സാപ്പിൽ ഇടുന്ന മെസ്സേജ് കണ്ടിട്ട് ചിലർ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യും. പക്ഷെ ചിലർ ബുക്ക് ചെയ്യണമെന്നില്ല, ചിലർ അത് കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. ശ്രദ്ധിക്കണമെന്നില്ല ഗ്രൂപ്പിൽ ഇടുമ്പോൾ. കാരണം പല മെമ്പേഴ്സും പല രീതിയിലായിരിക്കും, പല വേവ് ലെങ്തിലുള്ള ആൾക്കാരെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം വഴി ടിക്കറ്റ് എടുത്തവരെ അറിയാൻ പറ്റണം, ടിക്കറ്റ് എടുക്കാത്തവരെ അറിയാൻ പറ്റണം. ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഒരു സെപ്പറേറ്റ് മെസ്സേജ് വിടണം. അത് വീണ്ടും ഗ്രൂപ്പിലാണ് ഇടുന്നതെങ്കിൽ അവർ വീണ്ടും അത് കാണണമെന്നില്ല. അതിന് പകരം അവർക്ക് ഒരു പേഴ്സണൽ മെസ്സേജ്, ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുകയാണെന്ന് നോക്കുക. അങ്ങനെ അയക്കണമെങ്കിൽ എത്രമാത്രം സമയം വേണം? കാരണം അവരെ ഓരോരുത്തരെയും കണ്ടുപിടിച്ചിട്ട് അവരുടെ പേരും ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അവിടെയാണ് നമുക്ക് CRM സോഫ്റ്റ്വെയർസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഇവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ബൾക്കായി SMS അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു ടൂൾ. ഇത്തരത്തിലുള്ള CRM ടൂൾസ് ഉണ്ടെങ്കിൽ ഒരു അസോസിയേഷന്റെ പ്രവർത്തനം വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഈ ടിക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വർഷവും ചിലപ്പോൾ മെമ്പർഷിപ്പ് ഫീ പുതുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ മെമ്പർഷിപ്പ് ഫീ അടയ്ക്കാത്തവരുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു വാട്സാപ്പിൽ വീണ്ടും ഗ്രൂപ്പിലേക്കായിരിക്കും മെസ്സേജ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയിട്ടായിരിക്കും ഇടുന്നത്. ഇത് എത്ര പേര് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഒരു വാട്സാപ്പ് ടൂൾ വഴി അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ട് വാട്സാപ്പ് അയക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വഴി ഇവർക്കൊക്കെ പേഴ്സണൽ മെസ്സേജസ് അയക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു റിമൈൻഡർ ആയിട്ട് അവർക്ക് ചെല്ലുകയും ചെയ്യും. അവരത് പെട്ടെന്ന് കാണുമ്പോൾ ഇതെനിക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചതാണെന്ന് മനസ്സിലാകും. എന്നിട്ട് അവർ അതിനുള്ള ആക്ഷൻസ് ഉടനെ തന്നെ എടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, അത്തരത്തിലുള്ള CRM എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ചെറിയ ഡെമോ കാണാം. ടെക്സാ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അസോസിയേഷൻ മാനേജ്മെന്റ് ടൂളിനകത്ത് ഒരു ഫീച്ചർ മാത്രമാണ് ഇത്, ബൾക്കായി വാട്സാപ്പ് മെസ്സേജ് അയക്കാനുള്ള സംവിധാനം. ഇതാണ് നമ്മുടെ അസോസിയേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാ സംവിധാനവും ഉള്ള ഒരു ടൂളാണിത്. ഇവിടെ യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിനെയും മെമ്പേഴ്സിനെയും നമുക്ക് കാണാൻ പറ്റും. അത് പല കളർ ഇൻഡിക്കേഷനിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഗ്രീൻ കളർ കാണിക്കുന്നത് ആക്റ്റീവ് മെമ്പേഴ്സാണ്. റെഡ് കളറിൽ കാണിക്കുന്നത് പെൻഡിങ് അപ്രൂവൽ ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇനി ആരെങ്കിലും പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അതിങ്ങനെ കാണാം. നോൺ മെമ്പേഴ്സിനെ കാണാം. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് മെസ്സേജ് അയക്കണം, ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിപ്പം കംപ്ലീറ്റ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയക്കാൻ പോവുകയാണ്. ഇനി അഥവാ ആക്റ്റീവ് മെമ്പേഴ്സിന് മാത്രം അയക്കണമെങ്കിൽ ആക്റ്റീവ് മെമ്പേഴ്സിനെ ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കോപ്പി നമ്പർ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും പേരും അവരുടെ മൊബൈൽ നമ്പരും കോപ്പി ആവുന്നതാണ്. ക്ലിക്ക് ചെയ്തിട്ട് നേരെ വാട്സാപ്പിൻ്റെ വെബ് വെർഷൻ ഓപ്പൺ ചെയ്യുക. web.whatsapp എന്നാണ് അതിൻ്റെ URL. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ web.whatsapp.com എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു ടൂളുണ്ട്. ഇത് ഞങ്ങളുടെ അസോസിയേഷൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ ലഭിക്കുന്ന ഒരു ടൂളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ബൾക്ക് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് ഇതുപോലെ വരും. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ നമ്പേഴ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ അതിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ നമ്പേഴ്സ് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നെയിമുണ്ട്,
നമ്പറുണ്ട്, അതിൽ തന്നെ കൺട്രി കോഡുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്, ഹായ്, പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നെയിം എന്നിട്ടിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന നെയിമുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്. ഞാനൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വിടുന്നത്. കാരണം ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മെസ്സേജും വിടാം. ഇപ്പം നിങ്ങളുടെ മെമ്പർഷിപ്പ് പുതുക്കാറായി എന്ന് പറയുന്നൊരു മെസ്സേജ് വിടാം, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നുള്ളൊരു മെസ്സേജ് വിടാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പ്രിപ്പയർ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രിപ്പയർഡ് എന്ന് വന്നിട്ടുണ്ട്. ഇനി സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അയക്കുന്ന മെസ്സേജ്, ആ മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വീണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ കൊടുത്ത ഇതെല്ലാം അവിടെ സെൻഡ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ CRMലെ ഒരു ഫീച്ചർ മാത്രമാണ്. ഇതുപോലെ നിരവധി ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു CRM ആണ് ഞങ്ങൾ അസോസിയേഷനുകൾക്കായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് നമ്പറാണ്, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റോ സോഫ്റ്റ്വെയറോ ആണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ടെക്സാ സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.